ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖീനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്നും മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊടുക്കണം. അത് ഏറ്റവും പുണ്യമുള്ള ഒരു വിഷയമാണ്. ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫോഴ്സോട് കൂടിയിട്ട് ചെല്ലെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുക. നമ്മൾ പറയൽ മാത്രമാണ്. സാവധാനം മരിക്കാൻ കിടക്കുന്ന ആളിന്റെ ചെവിഭാഗത്ത് ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. ഒരു ഏറ്റെടുത്തത് പറയണമെന്നില്ല. അവരുടെ ചെവി കൊണ്ട് കേട്ട് ചിലപ്പോൾ മനസ്സുകൊണ്ട് പറയുന്നുണ്ടോ. ചില ആളുകൾ നാവുകൾ തന്നെ പറയും. അങ്ങനെ നിങ്ങൾ കൊടുത്താൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ യഖ്ദിമുദ്ദുനൂബ്. നിങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ പാവങ്ങളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണമായി അള്ളാഹു കഴുകുന്നതാണ്. നമ്മൾ ചൊല്ലിക്കൊടുത്താൽ മതി. അയാൾ പറയണോ അറിഞ്ഞോ ഇല്ല എന്നതല്ല പറഞ്ഞു. നമ്മൾ പറയലോട് കൂടിയിട്ട് ആ കിടക്കുന്ന ആളുടെ പാവം നമ്മൾ പുറത്തു കൊടുക്കുന്നതാണ്. ഇത് പറയുമ്പോൾ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ആ മരിക്കാൻ കിടക്കുന്ന ആളുടെ പാവം അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഹയാത്തുള്ള ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വന്തത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലോ? ചോദ്യം. ഞങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റുള്ള ആളുടെ പാവം അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെല്ലുമ്പോ ഹയാത്തോട് കൂടിയിട്ട് ഹയാത്തുള്ള സമയത്ത് ഞങ്ങൾ ചൊല്ലിയാൽ അതിനുള്ള പ്രതിഫലം എന്താണ്? നബിയെ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി, ഫഇന്നഹാ അബ്ദം സയ്യിദുനാ റസൂലുള്ളാഹ്. ആവർത്തിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓരോന്ന് ചൊല്ലുമ്പോ നിങ്ങളുടെ പാപങ്ങളുടെ കൂമ്പാരങ്ങളാണ് അല്ലാഹു തആല കഴുകിക്കൊണ്ടിരിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്ന് രണ്ട് പാപങ്ങളല്ല, ധാരാളം പാപങ്ങളും കുറ്റങ്ങളും ഓരോ കലിമത്ത് നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാഞ്ഞു പോവാൻ അല്ലാഹു ഡിലീറ്റ് ചെയ്യുകയാണ് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഈമാനോട് കൂടിയിട്ട് അല്ലാഹുവിനെ വിശ്വസിച്ചവരായ രൂപത്തിൽ ഓരോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോഴും നാം അറിയാതെ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കഴുകുകയാണ്. ഒരുപാട് ഫളായിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഹബീബായ തങ്ങൾ പറഞ്ഞു, يخلص رجل من أمتي يوم القيامة بين الخلائق. ആഖിറത്തിൽ അല്ലാഹു തആല എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താ മനുഷ്യന്റെ അവസ്ഥ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ആ മനുഷ്യനെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ ആ മനുഷ്യനെ മാത്രമല്ല കൊണ്ടുവരാം, ആ മനുഷ്യനെ കൊണ്ടുവരുന്ന സമയത്ത് ആ മനുഷ്യനോട് കൂടി അവന്റെ ജീവിതത്തിൽ ചെയ്ത അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ അതുപോലെയുള്ള കുറ്റങ്ങളുടെ വലിയ ഫൈലുകൾ എത്രയാ? 99 ഫൈലുകളാണ് ആ മനുഷ്യനോട് കൂടിയിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടാം. എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, ആ ഫൈലിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു, അത് ചെറിയ ഫൈലൊന്നും അല്ല, അതിന്റെ വിശാലത എത്രയാണെന്ന് അറിയോ? നമ്മ കണ്ണ് ഇങ്ങനെ നോക്കിയാൽ എത്ര ദൂരത്തിലേക്ക് എത്തുമോ അത്ര വലിയ ഫൈലുകളാണ്. കണ്ണിങ്ങനെ നോക്കിയാൽ എത്തുന്ന ദൂരത്തിലേക്കുള്ള ഫൈലുകൾ എത്ര? 99 ഫൈലുകളാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ച രേഖകൾ അല്ലാഹു തആല മനുഷ്യനോട് കൂടിയിട്ട് കൊണ്ടുവരുന്ന അത് തുറന്നു നോക്കുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ എന്റെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. നമ്മളിപ്പോ ഇന്നലെ ചെയ്തത് ഇന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ ചെയ്ത പാവങ്ങൾ കുറ്റങ്ങൾ നമുക്ക് ഇന്ന് ഓർമ്മയില്ല. കഴിഞ്ഞ ആഴ്ച ഇന്നത്തെ ദിവസം എന്തൊക്കെ ഞാൻ ചെയ്തു ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രിയാണ് വയനാട്ടിൽ ആ വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മൾ മറന്നുപോയി. അതന്നെ നമ്മൾ മറന്നുപോയി.
ജീവിതത്തിൽ കുറിച്ചു വെക്കേണ്ട വിഷയങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നാം മറന്നുപോവുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ കാത്തിരീങ്ങളായ മലക്കുകൾ എഴുതി വെച്ചത് അത് പണ്ട് മുതൽ നമ്മുടെ ചെറുപ്പകാലം മുതൽ ചെയ്തത് മുഴുവനും അള്ളാഹു താൻ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫൈലുകളാണ് അള്ളാഹിന്റെ കോടതിയിൽ ഹാജരാക്കുക. അങ്ങനെ 99 ഫൈലുകൾ. രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവർക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഒരു സിറ്റുവേഷനിലാണ്, ആ ഒരു ഘട്ടത്തിലാണ് റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ ആ ഫൈലിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ചെറിയ കടലാസിനെ അല്ലാഹു തആല പുറത്തെടുക്കുകയാണ്. ഫൈലിന്റെ ഇടയിൽ ചിലപ്പോ കടലാസിനെ ഉണ്ടാവുന്നു, എന്തെങ്കിലും വെച്ച ഒരു കടലാസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കടലാസ് ആ ഫൈലിന്റെ ഇടയിൽ നിന്നിട്ട് അല്ലാഹു തആല പുറത്തെടുക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യനാകെ പേടിച്ചുപോയി. എന്താണിത്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയാ, ഈ കടലാസ് ഇത് നിന്നെ രക്ഷപ്പെടാനുള്ള ഒരു ഏറ്റവും വലിയൊരു ആയുധമാണ്. വേലാതികൾക്കുന്ന മനുഷ്യൻ എല്ലാ കടലാസിലുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത ചൊല്ലിയ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവർ അവന്റെ ജീവിതത്തിൽ അവൻ സാക്ഷ്യം വഹിച്ച ഈ കലിമയാണ്. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളെ വിളിച്ച് പറയുമത്രേ, മലക്കുകളുടെ ഈ കടലാസിനെ മീസാനിന്റെ ഒരു തട്ടിലും ബാക്കിയുള്ള 99 ഫൈലുകൾ മറ്റേ തട്ടിലും നിങ്ങൾ വെച്ചു കൊടുക്കൂ. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഒരു ചെറിയ കടലാസിന്റെ തൂക്കം കൂടുകയും 99 അവന്റെ ആ ഫൈലുകൾ അത് മുകളിലേക്ക് പൊന്തുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടലാസിന്റെ തൂക്കം കണം വർദ്ധിക്കുമ്പോ ഫൈലുകൾ അത് പൊങ്ങി വരും, കടലാസ് താഴേക്ക് തൂങ്ങുന്നതാണ്. അങ്ങനെ ആ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് അയക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ വന്നത്? അവന്റെ ജീവിതത്തിൽ അവൻ ചൊല്ലിയ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ എത്ര വലിയ സന്തോഷമാണ്. നാളെ ജഹന്നമാകുന്ന നരകത്തിനെ അല്ലാഹു തആല ആദ്യമായി കൊണ്ടുവരും. 4 വർഷമായി കൊണ്ടുവന്നിട്ട് ആ ജഹന്നമാകുന്ന നരകത്തിനോട് എന്താ പറയുമത്രേ, തകല്ലമി യാ ജഹന്നം, ജഹന്നമേ നീ സംസാരിച്ചോട്ടോ. നരകത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കുമത്രേ. അപ്പോൾ നരകം ആദ്യം സംസാരിക്കുന്നതറിയോ? ഹബീബായ തങ്ങൾ പറയാം, നരകത്തിന്റെ ആദ്യത്തെ സംസാരമായി അതാണ് എന്നിട്ട് ആ നരകം അള്ളാഹുവിന്റെ മുന്നിൽ ശബ്ദത്തോടെ അട്ടഹാസത്തോടെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ? നരകം പറയുന്ന വാക്കാണ്, പടച്ചോനെ ഇന്ന് ഞാനിതാ നിനക്ക് വേണ്ടി കരിച്ചു കളയാൻ വേദനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ആരെയാ വേദനിപ്പിക്കുന്നത്, കരിച്ചു കളയുന്നത്? പടച്ചോനെ നിന്റെ ഭക്ഷണം കഴിച്ച് നിന്റെ വെള്ളം കുടിച്ച് നീ നൽകിയ എല്ലാ നിഅമത്തുകളും ഏറ്റെടുത്ത് എന്നിട്ടോ ആ മനുഷ്യൻ നീ അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുകയും മറ്റൊരാളെ പടച്ചോനായി കൊണ്ടു നടക്കുകയും ചെയ്ത എല്ലാവരെയും കരിച്ചു കളയാൻ ഞാനിതാ സന്നദ്ധനാ, ഞാൻ തയ്യാറാണ്, നരകം വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അവിടെയും സലാമത്തുള്ള നാലിക്കാണ് അള്ളാഹിന്റെ റിസ്കിൽ നിന്നിട്ട് അള്ളാഹിനെ ആരാധിച്ച ആളുകൾ, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് പടച്ചറപ്പിന്റെ ഇബാദത്ത് ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ നിയമത്തുകൾ ഏറ്റെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ആളുകൾ, അവർക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നരകം ആദ്യം പറയുന്ന അത് അതിന്റെ പ്രത്യേകമായ തഫ്സീറാണ്. ആയത്തിൽ കുറിച്ചാകുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഖൽബിൽ സംശയമില്ലാതെ നല്ല 100% ഉറപ്പോടെ വിശ്വാസത്തോടെ പലതവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന ഘട്ടത്തിൽ നമ്മുടെ നാവിൽ ചൊല്ലി മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ഒരു ലക്ഷത്തിൽ പരം മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവൻ ഇവിടെ പ്രവർത്തിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അവരിൽ എത്രയോ ആളുകൾ ശത്രുക്കളുടെ മർദ്ദനങ്ങളോട് ഇവിടെ മരിച്ചുപോയവരാണ്.
പല പ്രവാചകന്മാരും ആ മരിച്ചതും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം വിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ്. പടച്ചോനെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതം മുഴുവൻ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരാ അല്ലാഹ്, തൗഫീഖ് തരാ റബ്ബേ. പടച്ചോനെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് വ്യത്യാസമില്ലാതെ ധാരാളം വന്നുപോയി. പടച്ചോനെ, ഓരോ ദിവസങ്ങൾ എത്ര വാത് കേട്ടാലും എത്ര നിസ്കരിച്ചാലും ദിക്ർ ചൊല്ലിയാലും റബ്ബേ, നമ്മുടെ നാവ് കൊണ്ട് കണ്ണുകൊണ്ട് നമ്മുടെ കൽബുകൊണ്ട് നമ്മുടെ കൈകാലുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെ കൊണ്ട് നിരന്തരമായി പാവങ്ങൾ ചെയ്തു പോകുന്നവരാണ് റബ്ബേ. യാ അല്ലാഹ്, നിന്റെ റഹ്മത്തോട് ഞങ്ങൾക്ക് നീ പൊറുക്കമുണ്ട്. എപ്പോൾ മരണം ഞങ്ങൾ പിടികൂടുമെന്ന് പറയാൻ പറ്റൂല അല്ലാഹ്. എത്ര മരണവാർത്തകളാണ് ഞങ്ങളെ ഞെട്ടിക്കുന്ന മരണവാർത്തകളാണ് കേൾക്കുന്നത് റബ്ബേ. അതുപോലെ ഞങ്ങളെയും പെടുന്ന മരണം പിടികൂടുമ്പോ ചെയ്തുപോയ പാവങ്ങളോടുകൂടി ഞങ്ങളെ നീ കൊണ്ടുപോകല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ പിടികൂടല്ലേ റബ്ബേ. അതിന് മുമ്പ് യാ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലി വരാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ പാവങ്ങൾ നീ കഴുകണേ അല്ലാഹ്, ദോഷങ്ങൾ കഴുകണേ റബ്ബേ. ശുദ്ധമായ കൽബോടെ ഈമാനുള്ള കൽബോടെ നിന്നിലേക്ക് ഞങ്ങളെ നീ വിളിക്കണേ അല്ലാഹ്. എത്രയോ ആളുകൾ പലവിധ രോഗങ്ങളും പലവിധ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ. ഡയാലിസിസ് ചെയ്യപ്പെടുന്ന ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെയുള്ള പല രൂപത്തിലുള്ള അസ്വസ്ഥതകൾ പിടിപെട്ടവർ ശിഫാവ് നൽകണയാവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി കടങ്ങൾ ഒരുപാട് ബാധ്യതകളും ഒരുപാട് പ്രയാസങ്ങളും നിങ്ങൾ അരച്ചുവന്നോ വിശാലമായ നിന്റെ ഖസനാവിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം തന്ന നമ്മുടെ ബാധ്യതകൾ മുഴുവൻ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരുമായ ഒരുപാട് ആളുകൾ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കടലിലും കരയിലും അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ പലരും പേരാൾ പറയാനുണ്ടോ പടച്ചോനെ, ഓരോരുത്തരുടെ അധ്വാനത്തിന്റെ അർഹമായ സന്തോഷം അല്ലാഹ് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഖബറും നീ സ്വർഗ്ഗമാക്കല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله على محمد صلى الله عليه